നിലമ്പൂരിലെ ശക്തി പ്രകടനത്തിന് പിന്നാലെ പി.വി. അൻവർ പങ്കെടുക്കുന്ന പൊതുയോഗം ഇന്ന് കോഴിക്കോട് നടക്കാനിരിക്കെ ഇപ്പോൾ പി.വി. അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. കാരണം കേരളത്തിൽ നിന്ന് യുവാക്കള് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഗൌരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പൊ യുകെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല. ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ എന്റെ ഒരു സിസ്റ്റർ മോനും എന്റെ ജ്യേഷ്ഠന്റെ മോനും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം അവരിപ്പം 2-3 വർഷമായിട്ട് അവിടെ ഉള്ളവരാ. ഇപ്പൊ 2 മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ. അപ്പൊ എന്താ പെട്ടെന്ന് വന്നു പറഞ്ഞപ്പോൾ അവർ തമാശി പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നത് കാനഡയിൽ നിന്നോ ചോദിച്ചു. അത് ശരിയെന്ന് പറഞ്ഞു. അപ്പൊ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ. കാരണം ഈ തള്ളിക്കയറ്റം, വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം, അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവണം. അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ളാറ്റുകൾ അതിന്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പൊ കിട്ടാനില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പൊ അവിടേക്ക് ഒരു ബാങ്കിന്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ഇത്ര ശമ്പളം, അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെന്റ്, വീട്ടു ചെലവ് ഇത്ര, അത് ആ പേയ്മെന്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഇവരുടെ എന്താ പറയാ ബാങ്കിങ് സിസ്റ്റവും അതുപോലെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതാകുന്നത്. ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക്. പക്ഷെ എന്തായി, എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി. മറ്റൊരു സംഗതി, ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു റെസിസ്റ്റൻസ് യുകെയിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോവല്ല, ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്. അപ്പൊ ഈ കടം വാങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും. മറ്റൊന്ന്, എണ്ണം കൂടിയതുകൊണ്ട് അവിടെ ഈ പറയുന്ന പാർട്ട് ടൈം ജോബിന് സ്കോപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേരളത്തെ ഇനി തിരിച്ചു ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പി.വി. അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ, ഈ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. നീ അത് മനസ്സിലാക്കിയോ? അൻവർ വിളിച്ചു പറയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അൻവർ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ ഈ LDF കൺവീനർ പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടത്. അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്താ, കാരണം ഇതെല്ലാം നമ്മൾ നേരമെടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേയിരിക്കും. ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടാല്, അപ്പം യൂത്തിനെ അഡ്രസ് ചെയ്യണം. യൂത്തിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. ആ യൂത്തിനെ, കാരണം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ എക്സിസ്റ്റൻസ്, അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പൊ ഒരു റെസിസ്റ്റൻസും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നതിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികളിലേക്ക് രാജ്യം പോവും. അപ്പൊ ആ യൂത്ത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ഉള്ളത്? ടൂറിസം. രണ്ടാമത് ഉള്ളത് IT. ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത്, നാട്ടിലെ ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്ത രീതിയിൽ ഇപ്പൊ സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ്. കുറെ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ
IT പ്രൊഫഷണൽസിന്റെ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു 10 ഇരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ കേരളം നമ്പർ 1 ആണ് സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ, അതിൽ തർക്കമൊന്നുമില്ല. ബട്ട് അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത, അതിനുള്ള മാൻ പവർ, അതിനുള്ള ബുദ്ധി, എല്ലാം IQ ഉള്ള പിള്ളേർ ഈ നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് നിർലോഭം സഹായം ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പക്ഷേ നടപടിക്ക് വരെ സാധ്യതയുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ധാരാളം ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനം അവരെ എടുക്കാൻ കാരണം? പ്രത്യേകിച്ച് MLA എന്ത് പറയുന്നു കേൾക്കണം എന്ന് പറഞ്ഞാണ് എല്ലാവരും വരുന്നത്. അല്ല, അതിന് ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഒരാൾ എന്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്പർ 1. എസ്പെഷ്യലി ജനങ്ങളോടല്ല കേട്ടോ, എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ്, പഞ്ചായത്ത് മെമ്പർമാര്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, ഈവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും. അത് തന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഒരു അനലൈസേഷൻ നടക്കട്ടെ. ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളും അവരുടെ എന്താ പറയാ ഇപ്പൊ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം, ഇപ്പൊ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പഞ്ചായത്ത്. അപ്പൊ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയാണ്. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF അയിന്ന് പോകും. നിലമ്പൂർ മാത്രമല്ല. ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും, ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും, ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറയുന്നത്. അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പൊ പറഞ്ഞ എന്താണ്? പാർട്ടി പറഞ്ഞത് അനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലന്റ് ആണ്ട് വന്ന എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ്, ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കുവോ? പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം വർഗീയവാദിയാക്കാനുള്ള ശ്രമം. എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? 150 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു. എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളെ മുമ്പിൽ കൊടുന്ന് എന്താ പറയാ കാണിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? എന്റെ ചെറുപ്പത്തെ എന്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു. അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ? ഇപ്പൊ CPMന്റെ ലീഡർഷിപ്പാ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇനി ഇത് അതിലപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ, നമുക്ക് നോക്കാം. രാഷ്ട്രീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ ഒരു അധിക ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. ഏതാ? ഈ വർഗീയവാദി പട്ടം ചാർത്തുന്നു, അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ അതില്ല. ഇനി ഞാനത് പറഞ്ഞു നടക്കാനുമില്ല. ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, വെറുതെ വായ കൊണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എന്റെ കുടുംബം, പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണല്ലോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ
ഉണ്ടാകുമെന്ന സൂചനയൊക്കെയായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിലേക്കൊന്നും അങ്ങനെ കൃത്യമായിട്ട് താങ്കൾ കടന്നില്ല. എന്താണെങ്കിലും ഒരു കൃത്യമായൊരു ചിത്രം വന്നിട്ടില്ലേ മനസ്സിൽ? എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനവിടെ പോകുന്നു എന്ന് ജനങ്ങളോട് പറയല്ലല്ലോ വേണ്ട. എന്തുകൊണ്ട് ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. കാരണം പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടണം. ഇപ്പൊ നമ്മളെ സർവേ റിപ്പോർട്ട് എന്നെ സർവേ ഇട്ടിരുന്നല്ലോ. ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും ഉത്തരം ചെയ്തിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്ക്, ഇല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ? നിങ്ങൾക്ക് ഇപ്പൊ എത്ര ദിവസം എന്റെ കൂടെ ഉണ്ടാവും? അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞു വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയാ, കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു ചൊല്ലുണ്ട്. രണ്ടാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ വാരി പുണർന്ന് എന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തെ സ്ഥിതിയുണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താവും അറിയാം. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വെട്ടിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. മനസ്സിലായോ? എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെന്റ് ഉണ്ട്. ഒന്നുമില്ലാതെ വെറുതെ ഇപ്പൊ ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്നാ. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. മരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എന്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്ന ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിന്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിന്റെ കുടുംബക്കാരും അൻവറിന്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ 150 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പൊ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് ഒരു പേഴ്സണൽ റിലേഷന്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ ഇന്നത്തെ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അത് അധികാരം നീണ്ടു നിൽക്കില്ല എന്നൊക്കെയാണ് കൺവീനറുടെ ഒരു വിലയിരുത്തൽ. മുപ്പര് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായിട്ട് അദ്ദേഹം ഉറങ്ങട്ടെ. വാപ്പ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം പിതാവിനെ കുത്തിക്കൊന്ന് മകൻ ആത്മഹത്യ ചെയ്തൊന്നും പത്രത്തിൽ വായിക്കില്ലേ? അത് നടക്കണ്ടല്ലോ. അതാണ്, അതായത് ഒരു മകന് താങ്ങാൻ കഴിയാത്ത മാനസിക പ്രതിസന്ധിയിലാക്കിയാൽ ആ പിതാവിനെ കുത്തിക്കൊന്നുണ്ട്. ചിലർ തൂങ്ങി മരിക്കലുണ്ട്, ചിലർ നാട് വിട്ടലുണ്ട്, ചിലർ നേരെ നിൽക്കലുണ്ട്. അതിലേതിലാ ഞാനെന്നല്ല നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമില്ലേ? അവിടെ പോയി നോക്കി തടയണുണ്ടോന്ന്. എവിടെ പോയിട്ട് ഒരു മാന്തണ് ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടൊരു വാറോല കൊടുക്കും, അതിന് ഓർഡർ വരും. ഞാൻ വഴിക്കന്നെ പോകില്ല. ഇപ്പൊ ഭയങ്കര സ്പീഡ് ഉണ്ടാവുന്നു. ഹൈ സ്പീഡ് മെഷീനുകൾ വരും. മുഖ്യമന്ത്രി ഇന്നിപ്പോ ദേശീയ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ ഉയരാനുള്ള കാരണം അത് സ്വർണ്ണക്കടത്ത് ഹവാലപ്പണക്ക് പിടിച്ചതിന്റെ അസ്വസ്ഥതയാണെന്നാണ്. ഇപ്പൊ ആവർത്തിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്നില്ല ഈ ജനത്തിന് അറിയില്ലേ? 3.5 കോടി ജനത്തിന് അറിയുന്ന ഒരു വസ്തുതയാണല്ലോ. സഖാക്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ടല്ലോ ഈ കാര്യങ്ങള്. എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയോ? കസ്റ്റംസിന് അതിൽ ആക്ടിന്റെ, അതിന് സൗകര്യമുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷെ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ഐസന്റെ ഇവന്റെ ഏജന്റിനെ
ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ? ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ? ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. 102 CRPC ആണ് ഇവർ പിടിക്കുന്നത്. കസ്റ്റംസ് ആക്ട് പ്രകാരം 108 മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ്. ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടുന്ന് വന്നു, എവിടെ എത്തി, ഇതാർക്ക് കൊടുത്തു, ഈ മൂന്നാളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാ വരിക. ഇന്നത് രാജ്യദ്രോഹ കുറ്റായി. അപ്പൊ ഇതെല്ലാം പ്രപഞ്ചമായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണം ഒരുക്കാന് ഇപ്പൊ ഇവരീ പറയുന്നുണ്ട് തട്ടാന്റെ അടുത്താണുള്ളത് സെറ്റിൽമെന്റ്, ഇത് അസസ് ചെയ്തിട്ട് കൊടുക്കുന്നത്, അപ്രൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് 6000 റുപ്യ കൊടുക്കണം. ഇവന്റെ ചാർജ്, ആർക്ക്? തട്ടാന്റെ ചാർജ്. അപ്പൊ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷം റുപ്യോളം ഇതുവരെ പിടിച്ച ഈ കേസിന് തട്ടാന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഫണ്ടാണ്? പോലീസുകാർ കേസിന് എടുത്തു കൊടുത്തോ? പരിശോധിക്കണ്ടേ? ഈ 10-16 ലക്ഷം റുപ്യ ഇവർ ഈ പറയുന്നത് പോലെയാണെങ്കിൽ തട്ടാന് കൊടുത്തിട്ടുണ്ട്. തട്ടാന്റെ കാര്യത്തിന് ഒരു എന്താ പറയാ, തട്ടാന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പൊ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം റുപ്യ ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താണോ? ആ പൈസ എവിടെ? ആരായി പൈസ കൊടുത്ത്? പോലീസ് കീശയിൽ നിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടിയെടുത്തത് ഒരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കും താ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തേറെ സഹായിക്കാൻ നിൽക്കാന്ന് പറയും. വാർത്ത കൊടുത്തിട്ടുണ്ട്. അവര് പറയുന്നത് സ്വർണം ഏത് രൂപത്തിൽ കൊണ്ടുവന്ന് ഉരുക്കിയാലും 1 കിലോ സ്വർണ്ണത്തിൽ ഒരു ഗ്രാമിൽ താഴെ മാത്രമേ 1 ഗ്രാമും പോവില്ല. 1 ഗ്രാമും പോവില്ല. പോവുള്ളൂ എന്നാണ് പറയുന്നത്. ആ 1 കിലോ ഉരുക്കിയ മില്ലികള്, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയാ, 100% കുട്ടിക്ക് അതിൽ പോയിന്റ് ഒരു എന്താ പറയാ, ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അത് ഒരിക്കൽ എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. അപ്പൊ ഇതിലത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാന്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഒരിക്കൽ ആ ഡ്രസ്സിന്റെ കണക്ക് ആരാണ്? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണോ താങ്കൾ ഇപ്പോൾ സ്വർണ്ണക്കടത്തുകാരനായിട്ട് മാവാലക്കാരനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്? അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിലോ ഹോ ഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. മറ്റ് ഇടപാടുകളിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും കോടികളുടെ 100 കോടികളുടെ ഇടപാടാണ്. അത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടായി, മുഖ്യമന്ത്രി പങ്കുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SP ക്ക് മാത്രമേ സാധിക്കൂല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. അതന്നെയാണ് ഇതിന്റെ തെളിവ്. അല്ല, അത് അന്വേഷിക്കട്ടെ. അന്വേഷണ ഏജൻസി അന്വേഷിക്കും എത്തുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം മുമ്പ് ഞാൻ പ്രദർശിപ്പിച്ചത്. അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ SIT? അതിന് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ? ആ ഫോൺ ചോട്ടലിൽ കേസ് വന്നു, അതിൽ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് എന്നാണ് കൺവീനർ അടക്കമുള്ളവർ പറഞ്ഞത്. നോക്കാം, നമുക്ക് എന്റെ അടുത്ത് എത്തിയിട്ടില്ലല്ലോ, വരുമ്പോ നോക്കാം. 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറിയെന്ന് പറയുന്നു. അതിനുശേഷമാണ് 28-ാം തീയതി മൊഴിയെടുത്ത് 5-ാം തീയതി ഈ മാസം 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറുന്നത്.
അതിനുശേഷമാണ് ആ കേസിൽ കോട്ടയത്ത് കേസ് രജിസ്റ്റർ. അപ്പോൾ പി.വി. അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും പാർട്ടിക്കെതിരെ ആരോപണം പറഞ്ഞതിന് ശേഷം അതിന് പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് ഈ കേസ് എന്താണ് വിചാരിക്കുന്നത്? അല്ല, അത് 100% അതല്ലേ, 100%. ഇനിയും ഒരുപാട് കള്ളക്കേസുകൾ വരും. ഇപ്പൊ നിങ്ങൾ പാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, നാട് നീളെ നടക്കല്ലേ പോലീസ് ഈ പറയുന്ന. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർക്കുള്ള ഓർഡറല്ലേ. ഇപ്പൊ റിദാൻ വധക്കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെയാ അട്ടിമറിക്കുന്നത്. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യണേ. SIT പോയില്ലേ. ഈ നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. വിജയത്തിന്റെ ഭാഗമാണ്. ഞാൻ നിയമസഭ തുടങ്ങുമ്പോൾ ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞേ പോവുള്ളൂ. ഈ 1-2 പബ്ലിക് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പിന്നെ അവിടെ ഒരു കസാല ഉണ്ടാവും വിചാരിക്കുന്നില്ല, ഇങ്ങനെ നിരത്തിയിരിക്കും. എങ്ങനെ തുടങ്ങുമുണ്ടാകാൻ സാധ്യത കുറവാ. അത് ചൂടില്ല. എങ്ങനെ ആരാണ് ശത്രു? ആരാണ് ശത്രു? അതെ അല്ല, ആ ശത്രുവിൽ ഞാൻ പെടുമെന്ന് ചോദിക്കുക. അത് വേറെ ആരെങ്കിലും ആവോ? പെട്ടോട്ടെ. ആരെല്ലാം എന്തെല്ലാം ചെയ്യണ് എന്റെ പ്രശാന്ത്, അതൊക്കെ വഴിക്ക് വരെ പോകും. നമ്മളിങ്ങനെ പോകുന്നവരെ. അതെനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. മുന്നത്തേക്ക് പോരെ, ആവശ്യത്തിലല്ലോ. ശരി. വീണ്ടും ആഞ്ഞടിക്കുകയാണ് പി.വി. അൻവർ. നിലമ്പൂരിലെ പൊതുയോഗത്തിന് ശേഷം ആദ്യമായി പി.വി. അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താ പറയാ, 6:30 മണിക്ക് മുതലക്കുളം മൈതാനിയിൽ. നാളെ ഏറനാട് മണ്ഡലത്തിന്റെ വിശദീകരണ യോഗം നാളെ വൈകുന്നേരം ഈ 6:30 മണിക്ക് അരീക്കോട് ടൗണിലുണ്ട്. മറ്റന്നാൾ ചൊവ്വാഴ്ച, ഇന്ന് തിങ്കൾ അല്ലെ, നാളെ ചൊവ്വ. നാളെ അരീക്കോട്, ബുധൻ മഞ്ചേരി, വ്യാഴം വേങ്ങര, ഈ 3 മണ്ഡലങ്ങളിലും ഇപ്പൊ യോഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് തീരുമാനിക്കും. ഇല്ലല്ല, റെസ്റ്റ് ഇതൊക്കെ തന്നെ. നിങ്ങൾ റെസ്റ്റ് തന്നാ മതി. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിലനിർത്തുന്ന ധാരണ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പൊ പാർട്ടി ആണെങ്കിൽ CPI ഒക്കെ ആണെങ്കിൽ പിൻവാങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു സേഫ് എസ്കേപ്പ് അല്ലേ. ഇനി എന്താ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്താ അർത്ഥമല്ല. ഞാനെന്താ പറയുന്നത്, 2024 ഏറ്റവും വലിയ വെട്ടിത്താണ് ഈ പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇനി അയാൾ ആ സീറ്റിൽ നിന്ന് അടുത്ത കസാലി അദ്ദേഹത്തെ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറക്കണം. അതാണ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. PHQവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി ആ റൂമിന്റെ താക്കോലും ഫോണും പോലീസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തിരിച്ചു പിടിച്ച് പുറത്തു നിർത്തണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്താ ആഘോഷിക്കാൻ നിൽക്കണോ? അത്ര വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങള്? ഞാൻ മാറ്റണം എന്നല്ല പറയുന്നത്, ഞാൻ പറയാൻ ഡിസ്മിസ് ചെയ്യണമെന്ന് എന്റെ ആവശ്യം. അറ്റ്ലീസ്റ്റ് സസ്പെൻഷൻ മാറ്റില്ല. നമ്മൾ പറയുന്നില്ലല്ലോ, അത് ആദ്യത്തെ ആഴ്ച. ഞാനിപ്പോ അദ്ദേഹത്തെ മാറ്റണം എന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം. അന്വേഷണം നടത്തിയിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്യണം, വിളിക്ക് നിർത്തണം. PHQന്റെ നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല? മാറ്റിയാൽ മതിയോ? ഒരു അഭിപ്രായം പറയുന്നത്. പത്രം വിടി, അൻവറിനും വിടി, MLAയും പോട്ടെ, പത്രക്കാരനും പോട്ടെ. താങ്കളൊരു വ്യക്തി എന്ന നിലക്ക് ഈ പറഞ്ഞ ആളെ മാറ്റി നിർത്തണോ അതോ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തണോ? എന്താ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വ്യക്തിപരമായി പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു ആത്മവിശ്വാസമില്ല, മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം. ഇന്നലെ അവിടെ ഭൂരിഭാഗം ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് എന്തുകൊണ്ട് 1 മണിക്കൂർ പോലും ADGP മാറ്റിയില്ല എന്നാണ്. സാധാരണ പ്രധാനമായും പറയുന്ന ഒരു സാധനം. അതായത് താങ്കളുടെ ആ വിഷയം ആളുകളിലേക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. പിന്നെന്താ, ഗ്രാസ് റൂട്ട് ലെവലല്ല അത്. എന്താ പറയാ, ആളുകളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈവൻ ഇപ്പൊ എന്റെ കയ്യും കാര്യം വെട്ടെന്ന് പറയുന്ന പ്രസംഗിച്ച എന്താ മുദ്രാവാക്യം വിളിച്ച ആ കുട്ടികളുടെ മനസ്സിലുണ്ട്. അവരൊന്നും ഇപ്പൊ അവര് സ്വയം വിളിക്കില്ലല്ലോ. ഇത് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് വിളിക്കുന്ന മെസ്സേജ് ഇടുന്നു, പരിപാടി കഴിഞ്ഞ് വന്നിട്ട് മെസ്സേജ് ഇടുന്ന അനുറാക്ക നിങ്ങളൊന്നും വിചാരിക്കരുതിട്ടതുണ്ട്. ഉറപ്പല്ലേ, എനിക്ക് അവരുടെ ഒരു വിരോധമില്ല. അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെ കേരളത്തിൽ മൊത്തം. അത്രേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ വലിയ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ. കയ്യും കാലും വെട്ടൊരു പരാതി കൊടുത്താൽ എത്ര ആളെ പേര് കേസെടുക്കും? അതെ, ഞാൻ കൊടുത്തിട്ടില്ല. ഞാനത് പലരും പറഞ്ഞു കേസ് കൊടുക്കണം, ഞാൻ കൊടുത്തില്ല. കാരണം എന്തിനാണ്, ഇവരാണ് ഇത്രയും കാലം PV അൻവർ ചിന്താവാതെ വിളിച്ചത്. പിന്നെ എന്നെന്ത് കയ്യും കാലും വെട്ടെന്ന് പറഞ്ഞതിന് അത് അവർ സ്വയം പറയല്ല, പറയിപ്പിക്കുകയാണ്. സ്വയം പറയുകയാണെങ്കിൽ
നമുക്ക് ആ വഴിക്കാലോചിക്കായിരുന്നു. അതുകൊണ്ടാണ് അത് വിട്ടത്. പ്രാദേശികമായ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ മെമ്പർമാരായ അവർക്കെതിരെ നടപടി വന്നാൽ സ്വാഭാവികമായിട്ട് അത് അവരുടെ ഒരു രാഷ്ട്രീയ കരിയർ വലിയൊരു പ്രതിസന്ധിയാണ്. അത്തരം ആളുകൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവാത്ത വിധം താങ്കൾ അവരെ പരിഗണിക്കും? 100%. അവര് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ നിലവാരത്തിൽ നിന്ന് ഉയരത്തക്ക രീതിയിലുള്ള സംവിധാനം ജനങ്ങൾ ഇവിടെ ഉണ്ടാവും. ആരും അക്കാര്യത്തിൽ ഒരു ഭയപ്പാടും വേണ്ട. ഈ വിഷയത്തിൽ വന്നിറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ നാട്ടിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അവരെ മക്കൾക്കെങ്കിലും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങും. ഓക്കെ, ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ജനം നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ പി വി അൻവറിന്റെ കൂടെ ആളുണ്ടല്ലോ. എന്താ അവരെ കൂടെ ഒന്നുണ്ടാ? ഞാൻ പിന്നിൽ നിന്നൊന്നും നയിക്കാറില്ല. എന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല. എന്ത് റിസ്ക്കും ഞാൻ ഒറ്റയ്ക്ക് മുന്നിൽ നിന്നാണ് ഞാൻ നയിക്കാറ്. ഇതും അത് തന്നെയായി ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നത്. നീ പോയിട്ട് അതങ്ങോട്ട് ചെയ്യുന്നിട്ട് ഞാൻ വരാമെന്ന് പറയുന്നില്ല. ഞാൻ നേരിട്ട് പോയിട്ട് ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വാന്നാ ഞാൻ പറയാറ്. അതാണ് എന്റെ രാഷ്ട്രീയം. അതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ. 57 വയസ്സായി. ഏറ്റവും ചുരുങ്ങിയ 15 വയസ്സിൽ തുടങ്ങിയിട്ടില്ല സ്കൂൾ ലീഡറായ അന്ന് തൊട്ടിട്ട്. അപ്പൊ എത്ര വയസ്സായി? 57 15 കഴിച്ചാൽ 42 കൊല്ലമില്ല ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് ഏറ്റവും ചുരുങ്ങി. അപ്പൊ അന്ന് തൊട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് അതാണ്. ഓക്കെ, അല്ല CPM-ന് എല്ലാ നിലക്കും ബാധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ AKG സെന്റർ പൊളിച്ചു പോരേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും പോകണില്ല. ഈ സംവിധാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ബാക്കിയുള്ളതും ഈ എന്താ പറയാ ഈ ഫാസിസത്തിനെതിരെ പോരാടുന്ന നല്ലവരായ സംശുദ്ധരായ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു നാടാണ് കേരളം. അവർക്ക് എന്നെ കൊണ്ട് ക്ഷീണം പറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയവുമായി ഇഴകിച്ചേർന്ന് അണ്ടർഗ്രൗണ്ട് ധാര, ഈ നെക്സസുമായി പ്രവർത്തിക്കുന്നവർക്കെതിരാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇല്ല മറ്റു ഘടകത്തിൽ പ്രത്യേകിച്ച് CPI താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ തുടർച്ചയായി ബിനോവിശ്യം ADGP-നെ മാറ്റണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. താങ്കളുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയും CPI-യുടെ മണ്ഡലമാണ്. ഏതെങ്കിലും മറ്റേ CPM വിട്ട് അതിലെ ഘടകകക്ഷികളുമായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? എന്തിപ്പെന്നറിയോ, മനുഷ്യനോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാലം. നിങ്ങൾ മുമ്പും ചോദിക്കും നിങ്ങളെ കൂടെ ആരാ, പിന്നിലാരാ, നിങ്ങൾ എന്തൊക്കെ അനലൈസ് ചെയ്തു. അവരായിരിക്കും, ഇവരായിരിക്കും. ഒരു ഘട്ടത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കും, മുഖ്യമന്ത്രിനെ പറയിപ്പിക്കുകയായിരിക്കും. ഇപ്പൊ ഇനി വേറെ ആരെങ്കിലാണോ? ഞാനൊരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു. ഇത് ജനങ്ങളുമായിട്ടൊരു കൂടിയാലോചനയ്ക്ക് ശേഷം നമുക്ക് തീരുമാനം എടുക്കാം. അത്രേ ഉള്ളൂ. എനിക്കൊരു ബേജാറില്ല. ഈ 3 അക്ഷരമല്ല ഇപ്പൊ മനുഷ്യൻ എന്തൊക്കെയാ പേടി. ഇപ്പൊ ഒരു MLA നിലയ്ക്ക് ഈ 3 അക്ഷരം അത് നാളെ രാവിലെ വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാർ. മനസ്സിലായേ? രണ്ടാമത്തെ പ്രശ്നം എന്താ? ജയിലിൽ അടക്കപ്പെടുമോ? ഞാൻ റെഡി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മളെ ബന്ധുക്കളോട് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. ജയിലിൽ സിഗരറ്റ് കിട്ടൂല. അത് നല്ല ശീലമെന്നുള്ള അഭിപ്രായം കൊണ്ടല്ല, അതിപ്പോ അങ്ങനെ ശീലിച്ചു പോയി പാരമ്പര്യമായിട്ട്. നിങ്ങൾ സിഗരറ്റ് എത്തിച്ചേരണമെന്ന് അത്ര എനിക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താ? ചിലപ്പോൾ ഒരു കൊല ചെയ്യപ്പെടും. അതും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താണെന്ന്. പിന്നെ പ്രതിപക്ഷ നേതാവിനോട് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇപ്പൊ എന്താ പാർക്കെന്താ പൊളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുമ്പിൾ കഞ്ഞിയും ഉണക്കമീനും ഒരു തോർത്ത് കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കെന്ത് പേടിക്കാനാണ്? പിന്നെ പേടിക്കേണ്ട മക്കളെയും ഭാര്യമാരെയും കാര്യത്തില്ല. ഓലിക്കൊരു പേടിയില്ല, നിങ്ങൾ പോയിക്കോന്നാ പറഞ്ഞു. കലാസ് ആകെത്രണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് ചോദിച്ചിട്ടുണ്ടാവും. ആരോപണങ്ങളുടെ തുടർക്കഥയുമായി വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയായിരുന്നു PV അൻവർ. ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാവർത്തി കൂടി PV അൻവർ നിലമ്പൂരിലെ പൊതുയോഗത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയായിരുന്നു. പൊതുയോഗം ഒരു വിപ്ലവമായി മാറിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. താൻ വിളിച്ചിട്ടല്ല ഇന്നലെ അവിടെ കൂടി ആരും എത്തിയത്. ആരെയും പ്രതിസന്ധിയിലാക്കി വിളിക്കുകയുമില്ല. താൻ പാർട്ടി പറയുന്നത് അനുസരിക്കാതിരുന്നിട്ടില്ല എന്നും PV അൻവർ പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കാൻ നോക്കിയത് ഏറെ വേദനിപ്പിച്ചു. MV ഗോവിന്ദൻ തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഇന്നലെ സംസാരിച്ചതുപോലെ ഹൈന്ദവരെയും ക്രൈസ്തവരുമൊക്കെയായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയേണ്ടി വന്നത് എന്നും PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. താൻ വർഗീയവാദി അല്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പോൾ തന്റെ ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത്. തനിക്കൊരു സ്വാർത്ഥ താല്പര്യവുമില്ല. പാർട്ടി ഉണ്ടാക്കി പോവുകയല്ലായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ജനം പാർട്ടി ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ മുന്നിൽ നിർത്തി നയിക്കുക മാത്രമേ താൻ ചെയ്യുകയുള്ളൂ. അതിനർത്ഥം ഒരു പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നല്ല എന്നുകൂടി അൻവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തായാലും അൻവറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തനിക്ക് ഭയമില്ല എന്നുകൂടി അദ്ദേഹം
പറയുകയായിരുന്നു. ഒരു മലപ്പുറം മാപ്പിളയായി മാത്രം തന്നെ ചിത്രീകരിക്കാൻ CPM-നാകില്ല. CPM-നെ വെല്ലുവിളിക്കുകയാണ് താൻ. വിചാരിച്ചാൽ 25 പഞ്ചായത്തിന്റെ ഭരണം പോകുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോപിച്ചതുപോലെ ADGP-ക്കും P ശശിക്കുമെതിരായുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം ഇന്നും ആവർത്തിച്ച് നമ്മൾ കണ്ടു. തനിക്കെതിരെ ഫോൺ ചോർത്തലിൽ എടുത്തത് കള്ളക്കേസാണെന്നും ഇനിയും ഇതുപോലുള്ള കേസ് ഉണ്ടാകുമെന്നും അതിനെ താൻ നേരിടാൻ തയ്യാറാണെന്നും ജയിലിൽ പോകാനോ കൊല്ലപ്പെടുമെന്നുള്ള ഭയം പോലും തനിക്കില്ല എന്നും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് PV അൻവർ. എന്തായാലും നിയമസഭ തുടങ്ങി 2 ദിവസം കഴിഞ്ഞേ അവിടേക്ക് ഉള്ളൂ. അതിനു മുമ്പായി പല പൊതുയോഗങ്ങളും പല സ്ഥലങ്ങളിലും താൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുകൂടി PV അൻവർ പറയുകയായിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ 2ാമത്തെ പൊതുയോഗം നടക്കുകയാണ് കോഴിക്കോട്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിലാണ് ഇന്ന് പ്രസംഗിക്കുക. പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ വിമർശനം അൻവർ തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ നിലമ്പൂരിൽ നടന്ന യോഗത്തിൽ പഴയ വിമർശനങ്ങളെല്ലാം ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. CV അനുമോദ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. അനുമോദ്, ഇന്നലെ നടന്ന പൊതുയോഗം, അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പൊതുയോഗം ഒരു വിപ്ലവമായി മാറി എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ കണ്ടതാണ് അൻവർ ഒരാൾക്കൂട്ടമായി മാറുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനമായി ഇന്നലത്തെ പൊതുയോഗം മാറി എന്നുള്ളതിൽ സംശയവുമില്ല. ഇനിയും ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ തുടരുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വിശദമായ രൂപം അതെങ്ങനെയാണ്? ആര്യ, PV അൻവർ ഇന്നലത്തെ പൊതുസമ്മേളനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് രാവിലെയും മാധ്യമങ്ങളെ കണ്ടത്. തന്നെ കേൾക്കുവാൻ ആളുകൾ എത്തിയത് ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് കോഴിക്കോടും അതേ സമയം നാളെയും മറ്റന്നാളും അതിന് പിറ്റേ ദിവസവും പൊതുസമ്മേളനങ്ങൾ മലപ്പുറം ജില്ലയിലും നടത്തുമെന്ന് വ്യക്തമാക്കി. നാളെ ഏറനാട് മണ്ഡലത്തിലെ പൊതുയോഗം അരീക്കോടും, അതിനുശേഷം ബുധനാഴ്ച മഞ്ചേരിയിലും വ്യാഴാഴ്ച വേങ്ങരയിലും സമാനമായ രീതിയിൽ പൊതുസമ്മേളനം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഈ തനിക്ക് ഒപ്പം നിൽക്കുന്നവരെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയും അൻവർ പറഞ്ഞു. ഈ ആൾക്കൂട്ടം താൽക്കാലികമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെയാകട്ടെ, അദ്ദേഹം അതും വിചാരിച്ച് കിടന്നിറങ്ങിപ്പോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം താൻ വിചാരിച്ചാൽ LDF-ന്റെ 25 പഞ്ചായത്തുകൾ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. അതിന് തന്നെ വെല്ലുവിളിക്കാൻ പ്രേരിപ്പിക്കരുത്, തന്റെ മെക്കിട്ട് കയറരുത്. മലപ്പുറം നിലമ്പൂരിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട്ടെയും പാലക്കാട്ടെയും ഒക്കെ പഞ്ചായത്തുകൾ തനിക്ക് അട്ടിമറിക്കാൻ, LDF-ൽ നിന്നും അട്ടിമറിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഈ തരത്തിൽ ജനങ്ങളോട് സംവദിച്ച് കാര്യങ്ങൾ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുവാനാണ് താൻ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും പാർട്ടി ഈ തരത്തിൽ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ ഇനിയും സ്വീകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം 6:30 മാമി തിരോധാന കേസിലെ വെളിപ്പെടുത്തലുകൾ കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് നടത്തുമെന്നും അൻവർ വ്യക്തമാക്കി. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുമോദ, എന്തായാലും നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് അൻവർ ഉള്ളത്. പക്ഷേ ഒരു പാർട്ടി പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിപ്പോഴും ഒരു സസ്പെൻസായി നിൽക്കുകയാണല്ലേ? തീർച്ചയായും തനിക്ക് ഇപ്പോൾ ജനങ്ങളോട് സംവദിക്കാനാണുള്ളത്. അവരിൽ നിന്നും അഭിപ്രായം തേടുകയാണ് താൻ ചെയ്യുന്നത്. അത് ഓൺലൈൻ വഴി താൻ അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏകദേശം ഇപ്പോൾ ഒരു 1.5 മില്യൺ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം അഭിപ്രായം അറിഞ്ഞ് തനിക്ക് ഒരു ധൃതിയുമില്ല ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിന്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ടി പ്രഖ്യാപനം, അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷെ അതിന് സമയമെടുത്ത് ജനങ്ങളെ കേട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് 2ാമത്തെ പൊതുയോഗം കോഴിക്കോട് നടക്കാൻ പോവുകയാണ്. PV അൻവറിന്റെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗമാണ് ഇന്ന് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഈ
മാമി തിരോധാന കേസിലെ ദുരൂഹത, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ പൊതുയോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും അക്കാര്യങ്ങൾ തന്നെ പറയും എന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ മാമി തിരോധാനം കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്നും ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് തന്നെ കാണാതായ ഒരു കേസാണ്. പക്ഷേ ആ കേസിന്റെ അന്വേഷണം ആദ്യഘട്ടം മുതൽ ADGP MR അജിത് കുമാർ അട്ടിമറിക്കുന്നു എന്നാണ് അൻവർ ആരോപിച്ചിരിക്കുന്നത്. പലതവണ കുടുംബം പരാതി നൽകിയെങ്കിലും ഒരു നീതിയുക്തമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ഒരാൾ കാണാതാവുമ്പോൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും പോലീസ് കേസിൽ ചെയ്തിട്ടില്ല എന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലും ചെയ്തിരുന്നില്ല. എന്തായാലും ഈ PV അൻവറിന്റെ വെളിപ്പെടുത്തൽ മാമി തിരോധാനത്തിന് പിന്നിലും കുറച്ച് അണിയറ കഥകളുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലോടുകൂടിയാണ് മാമി തിരോധാനം വീണ്ടും സജീവ ചർച്ചയായി മാറുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യവുമാണ്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ പുതിയ ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താൻ ഉണ്ട് എന്നാണ് അൻവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് പൊതുസമ്മേളനം നടത്തി CPM-നെ ഞെട്ടിച്ച അൻവർ മലപ്പുറത്ത് മാത്രമല്ല മലപ്പുറത്തിന് പുറത്തും മലബാറിന്റെ ആസ്ഥാനത്തും തനിക്ക് ആളുകളുണ്ടെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ പൊതുസമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വിവരങ്ങൾ കൈമാറുന്നതിനായി നിലവിലുണ്ട്. അത്തരം ഗ്രൂപ്പുകളിലൊക്കെ കൂടുതൽ പരമാവധി ആളുകളെ എത്തിക്കണം എന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ പരമാവധി ഈ സന്ദേശം പുറത്തേക്ക് എത്തിക്കണമെന്ന സന്ദേശമൊക്കെ നൽകുന്നു. അതുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം മലപ്പുറത്തെ പോലെ തന്നെ കോഴിക്കോടും ഉണ്ടാവുമെന്ന ഒരു കണക്കുകൂട്ടലാണ് നമുക്കുള്ളത്. എന്തായാലും മലപ്പുറത്തിന് പുറത്തും ശക്തി തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് CPM-നും മലബാർ മേഖലയിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയായി മാറും. അറിയാം. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അൻവർ ഇന്നലെ സൂചിപ്പിച്ചത് പൊതുയോഗത്തിന് മുൻപ് താൻ 50 കസേര മാത്രമേ ഇടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ 5000 പേരെ നമ്മൾ അവിടെ കണ്ടു. കോഴിക്കോടും സമാനമായ രീതിയിൽ വലിയൊരു ആൾക്കൂട്ടത്തെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അൻവറിന് ആ ഒരു ആൾക്കൂട്ടം നൽകിയ ആത്മവിശ്വാസം അത് ചെറുതല്ല. അദ്ദേഹം കൂടുതൽ ശക്തമായി അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ പോര്, സർക്കാരിനെതിരായ പോര് അത് തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികമെന്ന് പക്ഷേ LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPM-നെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. CPM അണികൾ ഭദ്രം, പാർട്ടിക്ക് വേവലാതിയില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയം വിശദീകരിക്കുന്നുള്ള അറിയില്ല, അത് കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPI-എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. വലിയ ആൾക്കൂട്ടമായിരുന്നു അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതി ഇല്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും എന്നാണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ADGP-യെ മാറ്റണമെന്ന CPI നിലപാടിൽ അന്വേഷണ റിപ്പോർട്ട് വരാതെ ഒന്നും പറയാനാകില്ലെന്ന് TP രാമകൃഷ്ണൻ. ആരോപണം കൊണ്ട് ആരും കുറ്റക്കാർ ആകുന്നില്ല. അൻവറിന്റെ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ടുപോയ ആൾ. അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിക്കാരനായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുവെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGP-യുടെ സ്റ്റാൻഡിൽ CPI അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടി? CPI ഒരു പാർട്ടിയല്ലേ? അല്ല, അത് LDF ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയല്ലോ. ADGP-ക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരാതെ ADGP-ക്കെതിരായ എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല. എത്ര വർഷം മുമ്പ്, 5 അല്ല 10-15 വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കുന്ന അർത്ഥം അങ്ങനെ ഉണ്ട്. അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല. ഇപ്പൊ ഒരു പത്രം മുന്നേറിയ കമ്മിറ്റി, അങ്ങനെ എത്ര ആളുകളുണ്ട് ഇത് പാർട്ടി. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR പാർക്കിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ നടപടികൾ തുടങ്ങി കൂടരഞ്ഞി പഞ്ചായത്ത്. ഇതിനായി ടെൻഡർ വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടതാണെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞ് ഭരണസമിതി മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് CPM ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്തിന്റെ നടപടി. ഗുലാം നബി ആസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ആസാദ്, അൻവറിനെതിരായ കുരുക്ക് അത് മുറുക്കാനുള്ള ഒരു നീക്കമായിരിക്കാം
പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഈ PVR പാർക്കിലെ നടപടി അതെങ്ങനെയാണ്? ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഈ നടപടി. കഴിഞ്ഞ 7-ാം മാസം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഈ PVR റിസോർട്ടിലെ നിർമ്മിച്ച കാട്ടരുവി തടഞ്ഞുകൊണ്ട് നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചു മാറ്റണമെന്ന് ഉത്തരവുണ്ടായിട്ടും നടപടികൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത്. CPM ആണ് ഇപ്പോൾ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടരഞ്ഞി പഞ്ചായത്തിന്റെ ഇത്തരമൊരു നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അപലപിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭീകരവാദവും മൗലികവാദവുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വിനാശകരമായ തെരഞ്ഞെടുപ്പുകൾ കാരണം സാമ്പത്തികമായി പിന്തള്ളപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവരുടെ കർമ്മം മാത്രമാണ്. അവരുടെ ദുഷ്പ്രവർത്തികൾ അയൽരാജ്യത്തെയും ബാധിക്കുന്നുണ്ടെന്നും S. ജയശങ്കർ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെ വധിച്ചത് ചരിത്രപരമായ വഴിത്തിരിവെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിരവധി ഇസ്രയേലികളെ വധിച്ചതിന് കണക്ക് തീർത്തു. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ നസ്രല്ലയുടെ മരണം അനിവാര്യമായിരുന്നു. ശത്രുക്കൾക്കെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രയേലി പ്രധാനമന്ത്രി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. നസ്രല്ല ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു ചിന്താധാരയായിരുന്നു. ഇസ്രായേലിനെതിരായ നടപടി തുടരുമെന്നും ഖമേനി. രാഷ്ട്രീയ നിലപാടും തുടർ നടപടികളും പ്രഖ്യാപിക്കാൻ PV അൻവറിന്റെ പൊതുസമ്മേളനം ഇന്ന് നിലമ്പൂരിൽ. വൈകുന്നേരം 6:30 ചന്തക്കുന്നിലാണ് പൊതുയോഗം. CPM-ഉമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അൻവർ വിളിച്ചു ചേർക്കുന്ന ആദ്യ പൊതുസമ്മേളനം. CPM-ന്റെ ഫ്ലെക്സ് ബോർഡുകൾക്ക് മറുപടിയായി വാർത്തകളിലേക്ക്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPI-യും LJD-യും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാനാണ് സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGP-യുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. VV വിനോദ് വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. എന്തായാലും വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ സമ്മർദ്ദങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി വഴങ്ങുമെന്നാണോ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനമെന്നൊരു നിലപാടാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. അതുവരെ കാത്തിരിക്കാൻ തന്നെയാണ് ഘടകകക്ഷികളുടെയും തീരുമാനം. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നിട്ടുള്ള വെല്ലുവിളി ചെറുതല്ല. കാരണം PV അൻവർ ഒരു വശത്ത് ഉയർത്തിയ ആരോപണം, അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതം, ഇതെല്ലാം തന്നെ CPM വിലയിരുത്തുന്നുണ്ട്. ഇപ്പോഴും പറയുന്നത് അൻവർ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അൻവർ ഇപ്പോൾ AK ബാലൻ്റെ ഒരു പ്രതികരണം വന്നത്, അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു എന്ന നിലയ്ക്കാണ്. അൻവറിനെ തള്ളിക്കളഞ്ഞെങ്കിൽ പോലും അവിടെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ച്, അതായത് കൂടുതൽ പ്രകോപനത്തിലേക്ക് CPM പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ. ആ നിലയ്ക്ക് അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ, ജില്ലാ സെക്രട്ടറിയുടെ പിതാവിനെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഒരുപക്ഷെ അതിര് കടന്നതാണ് എന്ന വിലയിരുത്തലുണ്ടെങ്കിൽ പോലും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വീക്ഷിക്കുമ്പോൾ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുന്നൊരു നിലയിലേക്ക് പോകുന്നില്ല. ADGP-യുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് തുടക്കമിട്ടത്. പക്ഷേ CPM-നും മുഖ്യമന്ത്രിക്കും വെല്ലുവിളിയാകുന്നത് ഘടകകക്ഷികളിൽ നിന്ന് ഉൾപ്പെടെ ഉയർന്നിട്ടുള്ള എതിർപ്പാണ്. ADGP-യെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിലനിർത്തുന്നതിൽ ഘടകകക്ഷികൾ ഉയർത്തുന്ന എതിർപ്പ്, ഇതെല്ലാം മറികടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് CPM ഉള്ളത്. മാത്രമല്ല, ഇതൊരു ADGP-യുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായി അവശേഷിക്കുന്നില്ല. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം തന്നെ വിലയിരുത്തി വേണം CPM-ന് മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ADGP-യെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. 3-നകം റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. DGP-യാണ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. 1 മാസം കാലയളവാണ് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് വളരെ വൈകാതെ തന്നെ
മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തും. ആ റിപ്പോർട്ടിൽ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ നേരത്തെ തന്നെ DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ADGPക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ADGPക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അവിടെ CPI നേരത്തെ തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ്. അവരുടെ നിലപാട് ഘടിപ്പിക്കും. ഒരു വശത്ത് PV അൻവർ, മറുവശത്ത് CPയും NCPയും RJDയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദം, DGPക്ക് ADGPയോടുള്ള നീരസം തുടങ്ങി വിവിധ കാര്യങ്ങളുണ്ട്, വിവിധ ഘടകങ്ങളുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇതുവരെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ റിപ്പോർട്ട് വന്ന ശേഷം എന്ത് നിലയിലേക്ക് പോകും എന്നത് വ്യക്തമാകൂ. കാരണം ഇനി പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന ആരോപണം അത് 4-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഉറപ്പായും മുഖ്യമന്ത്രി ADGPയെ തുടർന്നും സംരക്ഷിക്കുകയാണെങ്കിൽ RSS നേതാവ് ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചൊരു സാഹചര്യമുണ്ട്. RSSനും മുഖ്യമന്ത്രിക്കും ഒരേ സ്വരമാണ് എന്ന ആരോപണമായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുക. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇതുവരെ ADGPക്കെതിരെ മുഖ്യമന്ത്രി ഒരു നടപടി ശുപാർശ ചെയ്യുകയോ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ADGP എന്ന സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ നിർദ്ദേശം നൽകുകയോ അവധിയിൽ പോകാൻ പ്രവേശിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാത്രമല്ല RSS ഗൂഢാലോചനയിൽ തുടരന്വേഷണം വേണം എന്ന ഒരു നിർദ്ദേശം ശുപാർശ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിടും എന്ന സൂചന ഉണ്ടായെങ്കിലും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കും കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ 4-ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഇതെല്ലാം വലിയ വെല്ലുവിളിയായി CPMന് നേരെ വരും, മുഖ്യമന്ത്രിക്ക് നേരെ വരും. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ മുന്നണിയുടെ പ്രവർത്തനമാണ്. പക്ഷേ മുന്നണിയിലും ഏകസ്വരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും നേരിടാൻ പോകുന്നത്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിനം. സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അമ്മ സംഘടനയുടെയും WCCയുടെയും പോരിന്റെ ഇരയാണ് താനെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് സിദ്ദിഖിന് എതിരായി വിധിയുണ്ടാകുമോ അതോ അനുകൂലമായി ഉണ്ടാകുമോ എന്നുള്ളത് സിദ്ദിഖിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എതിരായാണ് വിധി ഉണ്ടാകുന്നത് ഹൈക്കോടതിക്ക് സമാനമായ രീതിയിൽ എങ്കിൽ സിദ്ദിഖ് സ്വമേധയാ കീഴടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷെ അതേസമയം ഹൈക്കോടതിയിൽ നിന്നുള്ള ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം ഒരാഴ്ചയായിട്ടും ഈ മൂക്കിൻ തുമ്പിലുള്ള പ്രതിയെ പിടിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് തീർത്തും അവിശ്വസനീയമാണ്. വലിയ വിമർശനങ്ങൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട് ഈ വിഷയത്തിൽ, അല്ലേ? ആര്യ, ഇന്നാണ് സുപ്രീം കോടതിയിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ മുന്നിലായിരിക്കും ഈ ഹർജി വരിക. സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകനുമായ ഐശ്വര്യ ഭാട്ടി, മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ ഓൺലൈനായും ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരാതിക്കാരിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ ആയിരിക്കും ഹാജരാകുക. ഒപ്പം സിദ്ദിഖിന് വേണ്ടി മുകുൾ റോത്തഗിയും ഹാജരാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവയ്ക്കുകയാണോ അതോ ജാമ്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു ഉത്തരവ് നൽകിക്കൊണ്ട് വിശദമായ വാദം കേൾക്കുന്നതിനായി മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കുമോ എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. എന്താകും തന്റെ ഭാവി എന്ന് ഇന്ന് സിദ്ദിഖിന് അറിയാൻ സാധിക്കും. അതുവരെ ഇന്ന് 7ാമത്തെ ദിവസമാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസിന്റെ ഒളിച്ചുകളി തുടങ്ങിയിട്ട്. പലയിടങ്ങളിലും അന്വേഷണം നടന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരേക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇതിനോടകം തന്നെ 6 ഇടങ്ങളാണ് ഒളിവിനായി സിദ്ദിഖ് പോയത്. അതോടൊപ്പം അഭിഭാഷകന്റെ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തുകയും ചെയ്തു. ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കുന്നത് സിദ്ദിഖിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേൽ ഉണ്ടെന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടത്. ഇന്നലെയൊക്കെ വളരെ നാടകീയമായിട്ടുള്ളൊരു നീക്കം SITയുടെ ഓഫീസിൽ നടക്കുകയും ചെയ്തിരുന്നു. സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ 2 സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ് വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 2 സുഹൃത്തുക്കളാണ് സിമ്മും ഡോങ്കിളും സിദ്ദിഖിന് എത്തിച്ചതെന്നൊരു വിവരമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് സിദ്ദിഖിലേക്ക് കേരള പോലീസിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ അന്വേഷണ സംഘം പിടികൂടാത്തത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ അതോ സുപ്രീം
കോടതിയുടെ വരെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മതി അറസ്റ്റ് എന്ന നിലപാടിൽ തന്നെയാണോ അന്വേഷണ സംഘം നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. സുപ്രീം കോടതിയിൽ നിന്നും എന്ത് വിധിയായിരിക്കും വരിക, അത് സിദ്ദിഖിന് അനുകൂലമായിട്ടാണോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടാണോ, ഏത് വിധേനയായാലും അന്വേഷണ സംഘം അത് അറിഞ്ഞിട്ട് മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളൂ. നവമി, ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള തടസ്സ ഹർജികൾ, അതിൽ എന്തൊക്കെ വിശദാംശങ്ങളാണ് പറയുന്നത് സിദ്ദിഖിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട്? സർക്കാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് സിദ്ദിഖിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. സർക്കാരിന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിനോടകം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ തെളിവെടുപ്പിൽ ഈ അന്ന് പീഡനത്തിനിരയായ മുറി യുവതി കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞ അടയാളങ്ങളെല്ലാം ആ റൂമിലിരുന്ന സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ഒപ്പം സിദ്ദിഖ് അവിടെ റൂം എടുത്തതിന്റെ തെളിവുകൾ രജിസ്റ്ററിൽ നിന്നും ലഭിച്ചു. അന്ന് സിദ്ദിഖ് കഴിച്ചതായി പറയപ്പെടുന്ന ആഹാരം ഏതാണെന്ന് ഈ പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. അത് കൃത്യമാണെന്ന് ഹോട്ടൽ ബില്ലിലൂടെയും വ്യക്തമായി. അങ്ങനെ സിദ്ദിഖിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഈ സംഭവത്തിന് ശേഷം, അതായത് താൻ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതിനു ശേഷം മാനസികമായി ഒരുപാട് തളർന്ന ഈ പെൺകുട്ടി കൊച്ചിയിലെ 2 ഡോക്ടർമാരെ, സൈക്യാട്രിസ്റ്റുകളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. വൈറ്റിലയിലും കാക്കനാട് പനമ്പള്ളി നഗറിലും. അങ്ങനെ 2 ഡോക്ടർമാരുമായി വിശദമായ മൊഴിയെടുത്തു. അവരും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി തങ്ങളുടെ കൌൺസിലിംഗിന് വിധേയമായെന്ന് ഡോക്ടർമാരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും സിദ്ദിഖിന് എതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ പക്കലും ചില തെളിവുകളുണ്ട്, ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ മുന്നിൽ വയ്ക്കുക. മറ്റൊന്ന്, അന്വേഷണ സംഘത്തിന് വിശ്വാസമില്ല എന്നുള്ളൊരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ അതിജീവിത രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആര്യ, തീർച്ചയായും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആത്മഹത്യ ചെയ്ത വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാം കുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാണാതായതായി ഭാര്യ ദീപ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജി ശ്രീജിത്ത്, ഈ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യർ, അവർക്കിടയിലേക്ക് ഒരാളെ കൂടി ചേർത്ത് വെക്കേണ്ടി വന്ന ദുരവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ ഈ മരിച്ച ആത്മഹത്യ ചെയ്ത AEOയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇൻക്വസ്റ്റ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ആര്യ. അല്പസമയത്തിനകം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് അത്തരത്തിൽ, അതായത് ഒരു പോലീസ് സർജന്റെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ മെഡിക്കൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകണം എന്നൊരു ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം ആശുപത്രിയിലാണ്. വൈക്കം ആശുപത്രി മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. അത് പൂർത്തിയാകുകയാണ്. അസ്വാഭാവികമായി കാര്യമായ എന്തെങ്കിലും ഉള്ളതായുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആത്മഹത്യ എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് അന്വേഷണവും ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനും അപ്പുറത്തേക്ക് മാനസിക സമ്മർദ്ദം എന്ന പരാതി ഉയർന്നതോടെ സ്വാഭാവികമായ ഒരു സർക്കാരിന്റെ ഒരു വകുപ്പിനെതിരെയാണ് ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചുള്ള പരിശോധന കൂടി ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പലതരത്തിലുള്ള കലോത്സവങ്ങളും മറ്റും നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള പല സമ്മർദ്ദങ്ങളുമാണ് ഇദ്ദേഹത്തെ ഇങ്ങനൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന സംശയമാണ് അടുത്ത സുഹൃത്തുക്കളടക്കം പങ്കുവയ്ക്കുകയും ചെയ്തത്. രാവിലെ അവരോട് ഇവരോടൊക്കെ, ഈ സുഹൃത്തുക്കളോടും അടുത്ത ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം കുടുംബകാര്യത്തിലാണെങ്കിലും സാമ്പത്തികമായാണെങ്കിലും എല്ലാം അദ്ദേഹം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല കൂടി ഫലത്തിൽ വന്നതോടെ ആ സമ്മർദ്ദം അദ്ദേഹത്തിന്
താങ്ങാൻ കഴിയുന്ന നിലയായിരുന്നില്ല എന്നാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഭാര്യ നൽകിയ പരാതിയിലും ഇത് ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ തുടരന്വേഷണമൊക്കെ നടന്നു വരേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടം, അതിനുശേഷം ഉച്ചയോടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ആര്യ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം. ഫ്ലക്സ്